നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. അങ്ങനെ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റവിമുക്തനായി കഴിഞ്ഞു. ഇന്ന് രാവിലെ 11:15 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ദിലീപിനെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കി. അതിനുശേഷം പുറത്തിറങ്ങിയ ദിലീപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് തനിക്കെതിരെ വലിയൊരു ക്രിമിനൽ ഗൂഢാലോചന നടന്നുവെന്നാണ്. തന്നെ കേസിൽ പ്രതിയാക്കാനും അതുവഴി തൻ്റെ കരിയറും ഇമേജും നശിപ്പിക്കാനും വലിയൊരു ഗൂഢാലോചന നടന്നു. ആ ഗൂഢാലോചനയുടെ ഇരയാണ് താൻ. യഥാർത്ഥത്തിൽ നടിക്കെതിരെയല്ല, തനിക്കെതിരെയാണ് ഒരു ക്രിമിനൽ ഗൂഢാലോചന നടന്നതെന്നാണ് ദിലീപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായിരുന്നു ആ ഗൂഢാലോചന? ദിലീപ് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യയുടെ ഒരു വെളിപ്പെടുത്തൽ, അല്ലെങ്കിൽ ഡർബഹാൾ ഗ്രൗണ്ടിൽ കൂടിയ ഒരു പൊതുസമ്മേളനത്തിൽ ഈ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സിനിമാ ലോകം വിളിച്ചു ചേർത്ത പൊതുസമ്മേളനത്തിൽ ദിലീപിൻ്റെ മുൻ ഭാര്യ പറഞ്ഞ ഒരു വാചകം, ഈ സംഭവത്തിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന വാചകം, അതിനെ തുടർന്നാണോ ഗൂഢാലോചന, ദിലീപിനെതിരെയുള്ള ഗൂഢാലോചനയുടെ തുടക്കം അവിടെയായിരുന്നു? അങ്ങനെയാണ് ദിലീപ് പറയുന്നത്. എന്നാൽ എന്തായിരുന്നു യഥാർത്ഥത്തിൽ ദിലീപിനെതിരെ ഒരു ഗൂഢാലോചന, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഗൂഢാലോചന ഉണ്ടായിരുന്നു? ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക രസാവഹമായിരിക്കും. ഒരു ഉന്നത വനിതാ IPS ഉദ്യോഗസ്ഥ, അവരാകട്ടെ പലപ്പോഴും ഇങ്ങനെ ആളുകളെ തൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിലും ജനങ്ങൾക്ക് മുന്നിലും താൻ ഒരു വലിയ സംഭവമാണെന്ന് വരുത്തി തീർക്കാൻ ഒരു സീനിയർ IPS ഉദ്യോഗസ്ഥ എപ്പോഴും ഇത്തരത്തിൽ ആളുകളെ കേസുകളിൽ പെടുത്തുന്ന ഒരു രീതി അവലംബിക്കാറുണ്ട് എന്ന് ഈ ദിലീപിൻ്റെ കേസൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നാട്ടിൽ സംസാരമുണ്ടായിരുന്നു. കാരണം ആരായാലും, അവർക്ക് താല്പര്യമില്ലാത്ത ആരായാലും അവർ കേസിൽ പെടുത്തും. അല്ലെങ്കിൽ ഒരു സെൻസേഷണൽ കേസാണ്, ജനങ്ങൾക്ക് മുന്നിൽ ഒരു വലിയൊരു മാധ്യമ ശ്രദ്ധ ആകർഷിക്കുന്ന കേസാണെങ്കിൽ അവർ ഇടപെട്ട് അതിനെ കുളമാക്കുമെന്ന് മാത്രമല്ല, അവർക്ക് താല്പര്യമില്ലാത്ത ആരെങ്കിലുമൊക്കെ പ്രതിയാക്കി ജനങ്ങളുടെ മുന്നിൽ അവർ ഒരു വലിയ സംഭവമാണെന്ന് കാണിക്കും അത്രേ. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നു. ശരിക്കും ദിലീപ് പ്രതിയാകുമെന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല. ഏതാണ്ട് സംഭവം നടന്ന് 4 മാസത്തിന് ശേഷമാണ് ദിലീപ് ഇതിൽ പ്രതിയായതും അറസ്റ്റ് ചെയ്യപ്പെട്ടതും. ഈ 4 മാസം വരെ ദിലീപ് മുൻകൂർ ജാമ്യത്തിനോ മറ്റോ കോടതിയെയും ആരെയും സമീപിച്ചിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നത്രേ തന്നെ അറസ്റ്റ് ചെയ്യില്ല, താൻ ഇതിൻ്റെ ഭാഗമല്ല എന്ന്. താൻ ഇതിലെന്തെങ്കിലും ഒരു നിലപാട്, അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും പങ്ക് ഈ കുറ്റകൃത്യത്തിലുണ്ടെങ്കിലല്ലേ കോടതിയെ സമീപിക്കേണ്ടതുള്ളൂ എന്നാണത്രേ ദിലീപ് ചിന്തിച്ചത്. കാരണം ദിലീപ് എന്നൊരു കോടതിയെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി സമീപിച്ചിരുന്നെങ്കിൽ തനിക്കെതിരെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു, അതുകൊണ്ട് മുൻകൂർ ജാമ്യം വേണമെന്ന് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത പോലെ ഒരു ജാമ്യ ഹർജി ഹൈക്കോടതിയിലോ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലോ കൊടുത്തിരുന്നെങ്കിൽ ദിലീപ് ഒരിക്കലും അറസ്റ്റിലാകില്ലായിരുന്നു. എന്നാൽ അവസാനം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് തലയാഴ്ച വരെ ദിലീപിനെ ഒരിക്കലും അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള ധാരണ ആരോ മനഃപൂർവ്വം പരത്തിയിരുന്നു. ആ ധാരണയിൽ, അവരുടെ ആ രീതിയിൽ ഈ ദിലീപും വീണുപോയി. അങ്ങനെ താൻ ഒരിക്കലും അറസ്റ്റ് ചെയ്യപ്പെടില്ല, അഥവാ ഇനി ചോദ്യം ചെയ്യാൻ വിളിച്ചാലും തന്നെ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള ഒരു വിവരം, അല്ലെങ്കിൽ ഒരു ഉറപ്പ് ദിലീപിന് എവിടെ നിന്നോ ലഭിച്ചിരുന്നു. ആ ഉറപ്പിൽ വിശ്വസിച്ചാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. എന്നാൽ നടിയെ ആക്രമിച്ചതാണ് 4 മാസം കഴിഞ്ഞപ്പോൾ എല്ലാം ഒന്ന് ഒതുങ്ങി വരുന്ന സമയത്താണ് ദിലീപിനെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിടുന്നത്. പിന്നീട് 90 ദിവസം അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നു ജാമ്യം കിട്ടാൻ. അപ്പോൾ ഈ നടിയെ ആക്രമിച്ച ശേഷം എപ്പോഴെങ്കിലും ഒരു മുൻകൂർ ജാമ്യമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അറസ്റ്റ് ചെയ്യപ്പെടില്ലായിരുന്നു ദിലീപ് എന്ന് പറയുമ്പോൾ വേറെ ആരൊക്കെയോ പോലീസിലെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ ആരൊക്കെയോ ദിലീപിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഒരിക്കലും അറസ്റ്റിലാവില്ല എന്നുള്ളത് അവരുടെ വാക്കുകളിൽ വിശ്വസിച്ചാണ് ദിലീപ് ഇത്തരത്തിൽ മുൻകൂർ ജാമ്യ ഹർജി കൊടുക്കാതിരുന്നതെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്, അല്ലെങ്കിൽ ദിലീപിനോട് അടുത്ത ആളുകളും നിയമജ്ഞരും ഒക്കെ പറയുന്നത്. അതുകൊണ്ട് ശരിക്കും ഒരു ഗൂഢാലോചന അവിടെ നടന്നിരുന്നു. ആ ഗൂഢാലോചന ആരെയാണ് നടത്തിയെന്ന് ദിലീപ് ഇതുവരെ പുറത്തുവിട്ടു. പക്ഷേ ദിലീപായിട്ട് അടുത്ത് നിൽക്കുന്നവരും മാധ്യമരംഗത്തെ പലർക്കുമൊക്കെ അറിയാം അങ്ങനെ ഒരു ഗൂഢാലോചന അവിടെ നടന്നു. കാരണം മുൻകൂർ ജാമ്യ ഹർജിയുമായി ദിലീപ് പോകാതിരിക്കണം, പോയി കഴിഞ്ഞാൽ ദിലീപിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മനഃപൂർവ്വം മുൻകൂർ ജാമ്യ ഹർജിയുമായി ദിലീപ് ഒരു കോടതിയിലും കയറാത്ത വിധത്തിൽ അദ്ദേഹം സുരക്ഷിതനാണെന്ന് ദിലീപിനെ ബോധ്യപ്പെടുത്തുന്നതിൽ ഒരു ഗൂഢാലോചന നടന്നിരുന്നു. ആ ഗൂഢാലോചനയുടെ അനന്തരഫലമാണ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റിലേക്ക് നയിച്ചത്. അപ്പോൾ ദിലീപിനെ അകത്തിടണമെന്ന് ചിലർക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്നാണ് ദിലീപുമായി ബന്ധപ്പെട്ട ചില നിയമജ്ഞർ നമ്മളോട് പറഞ്ഞത്. നടി ആക്രമിച്ച കേസിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് ഇല്ല എന്നാണ് കോടതി പറഞ്ഞത്. എത്രമാത്രം പങ്കുണ്ടായിരുന്നു നമുക്കറിയില്ല. പക്ഷേ ദിലീപ് എന്തുകൊണ്ട് മുൻകൂർ ജാമ്യ ഹർജിയുമായി
കോടതിയിൽ പോയില്ല. പോയെങ്കിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ അറസ്റ്റിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അത് താനൊരിക്കലും അറസ്റ്റ് ചെയ്യപ്പെടില്ല എന്ന് അദ്ദേഹത്തെ വിശ്വസിപ്പിച്ച ആളുകൾ ആരൊക്കെയാണ്? അത് പോലീസിൽ ഉള്ള ചില ഉന്നതരായ രാഷ്ട്രീയക്കാരുണ്ടോ? യഥാർത്ഥത്തിൽ ഗൂഢാലോചന അവിടെയാണ് നടന്നതെന്നാണ് ദിലീപുമായി അടുത്ത വൃത്തങ്ങൾ നമ്മളോട് പറയുന്നത്.